ഒരു ഓട്ടോയിൽ 15ഓളം ആളുകൾ യാത്ര ചെയ്യും എന്ന് കേട്ട് ഞെട്ടിയ ദിവസമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബസ്സിൽ യാത്ര ചെയ്യാം എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയിട്ട് അനന്തപുരിൽ നിന്നും ബാംഗ്ലൂരിലേക്കാണ് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഏട്ടന് നമ്മളെ കാര്യങ്ങളൊക്കെ കേട്ട് അന്വേഷിച്ച് മനസ്സിലാക്കിയപ്പോൾ വളരെയധികം സന്തോഷം തോന്നി എന്നുള്ളതാണ്. പമ്പുകളുടെ കുറവ് കാരണം മൂലം ഒരുപാട് കടകളിൽ ഇതുപോലെ എണ്ണ വിൽക്കുന്ന ഷോപ്പുകളൊക്കെ തന്നെ ഈ ഒരു മെയിൻ റോഡിൻ്റെ ഇരു സൈഡിലും കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെറിയൊരു ഗ്രാമവ്യവസ്ഥയിലുള്ള ഒരു ഏരിയയിലേക്കാണ് പിന്നീട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചുറ്റുപാടും നോക്കുമ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ കടകൾ, നല്ല നല്ല മരങ്ങളെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. മാക്സിമം ഒരു ഏരിയയിൽ എന്തെല്ലാം കാണാൻ കഴിയും എന്നുള്ളതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ പതുക്കെയുള്ള യാത്രയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിൽ ഇനി 2 മാസം കൂടെയൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു റെയിൽവേ ക്രോസിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. റെയിൽവേ പോകാൻ വേണ്ടിയിട്ട് ഒരു 1/2 മണിക്കൂറോളം നമ്മളിവിടെ നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ റെയിൽവേ വരുന്ന ടൈമിലാണല്ലോ, ട്രെയിൻ വരുന്ന ടൈമിലാണല്ലോ ഇതൊന്ന് അടച്ചിടുക, അല്ലെങ്കിൽ 5 മിനിറ്റ് ഗ്യാപ്പൊക്കെ അല്ലേ അടച്ചിടുള്ളൂ. ഇത് 1/2 മണിക്കൂറോളമായിട്ട് നമ്മൾ ഈ നിൽക്കുന്ന സമയങ്ങളിൽ പല ആളുകളും വണ്ടിക്കകത്തേക്ക് കയറിയിട്ട് പല സാധനങ്ങളും വിൽക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ച്. ഓരോ വ്യക്തികളുടെ ഓരോ ജീവിത മാർഗ്ഗങ്ങൾ. അങ്ങനെ നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ ആന്ധ്രാപ്രദേശിൻ്റെയും കർണാടകയുടെയും വണ്ടികളെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലെ വണ്ടി വെച്ച് നോക്കുമ്പോൾ കർണാടകയുടെ വണ്ടി കുറച്ച് ഹൈറ്റ് കുറവാണോ എന്നുള്ളതൊരു സംശയം. ഇവിടുത്തെ വണ്ടികളൊക്കെ തന്നെ പ്രകാശ് ബോഡിയിലേക്ക് കൺവെർട്ട് ആവുന്നുണ്ട് എന്നുള്ളതൊരു സന്തോഷകരമായിട്ടുള്ള കാഴ്ചയാണ്. അങ്ങനെയുള്ള ഒരു ബോഡി സ്ട്രെച്ചിങ് വളരെയധികം രസകരമാണല്ലോ. പിന്നീട് നമ്മൾ ചെറിയൊരു ടൗണിലേക്കാണ് എത്തിയത്. ഇവിടുത്തെ ടൗണുകളുടെ പ്രത്യേകത നമുക്ക് നമ്മുടെ നാടിനെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും വലിയൊരു ടൗണാണെന്ന് തോന്നിപ്പോവില്ല. ചെറിയ കടകളാണ് ഏതൊരു വലിയ ടൗണിൽ പോയാലും കാണാൻ സാധിക്കുന്നത്. ടൗണിലേക്ക് പുറമേ നിന്നുള്ള ആളുകൾ വന്നിട്ട് പുതിയ കമ്പനികളും ബിൽഡിങ്ങുകളും എല്ലാം നിർമ്മിക്കുന്നതാണ് പിന്നീട് ആ ഒരു ടൗണിനെ വലുതാക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കാഴ്ച. അങ്ങനെ നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ ഒരുപാട് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എവിടെ നോക്കിയാലും കൃഷിയാണ് മെയിൻ. കൃഷിക്ക് വേണ്ടിയിട്ട് ഉഴുതുമറിച്ചിട്ട സ്ഥലങ്ങളാണ് കൂടുതലും കാണാൻ സാധിക്കുന്നത്.